ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. വളരെ പ്രത്യേകതയുള്ള ഒരു പഠന പരമ്പരയാണ് ദ ബൈബിൾ, ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം. ഈ പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പഠന പരമ്പരയുടെ 82ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ പാഠങ്ങളിൽ പ്രത്യേകിച്ച് റോമാലേഖനത്തിലൂടെ കൃപാവിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് നാം കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ നാം ആരംഭിക്കുന്നത് ബൈബിൾ എന്ന തലക്കെട്ടിൽ തന്നെ ബൈബിൾ വ്യാഖ്യാനം, ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ, ബൈബിൾ വ്യാഖ്യാനം. വളരെ സുപ്രധാനമായൊരു വിഷയമാണ്. ഇന്നും അടുത്ത അവതരണത്തിൻ്റെ കുറച്ച് സമയവും ഇതിൻ്റെ ആമുഖത്തിലായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ചൊരു ആമുഖം, വളരെ ഗഹനമായിട്ടുള്ള ഒരു ആമുഖമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, അത് വളരെ ആവശ്യമാണ്. അപ്പോൾ പ്രാർത്ഥനയോട് തന്നെ വിഷയത്തിൽ നമ്മൾ പ്രവേശിക്കട്ടെ. ബൈബിൾ വ്യാഖ്യാനം. നാം പലപ്പോഴും കുറച്ച് കാണാറുണ്ട്, മനുഷ്യർ അവരുടെ മേൽ തന്നെ സ്വാധീനിക്കുന്ന അവരുടെ ചിന്താഗതികൾ, മതപരമായ വിശ്വാസവും പെരുമാറ്റങ്ങളെക്കുറിച്ച് ഓരോരുത്തർ കൊണ്ടു നടക്കുന്ന ചിന്താഗതികൾ നാം പലപ്പോഴും അവയെ കുറച്ച് കാണാറുണ്ട്. ഇപ്രകാരമുള്ള ചിന്താഗതിയുള്ള മനുഷ്യർ പലരും വേദപുസ്തകത്തെ സമീപിക്കുമ്പോൾ അവരുടെ നിലപാടുകളെ ന്യായീകരിക്കുവാൻ വേണ്ടിയാണ്, അവരുടെ വിശ്വാസവും അവരുടെ പെരുമാറ്റത്തെയും ന്യായീകരിക്കുവാൻ, അതിനെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ ബൈബിളിനെ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു രീതി നിമിത്തം മതപരമായ ലോകത്തിൽ വസ്തുതാപരമായി ബൈബിൾ മനസ്സിലാക്കുന്നതിന് അനേകർ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഓരോരുത്തരും അവരുടെ ജീവിതത്തെ, സ്വഭാവത്തെ ന്യായീകരിക്കാൻ ബൈബിളെ ആശ്രയിക്കുന്നു. പക്ഷേ നാം അറിഞ്ഞിരിക്കേണ്ടത്, ഇങ്ങനെയല്ല ദൈവം ഉദ്ദേശിച്ചത്. ദൈവം ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം സാധാരണ ജനത്തിന് നൽകുമ്പോൾ, അതായത് തൻ്റെ നിർദ്ദേശവും നടത്തിപ്പും ദാഹിക്കുകയും വിശക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ദൈവം തൻ്റെ വിശുദ്ധ ഹിതം വഴി നമുക്ക് വചനത്തിലൂടെ അറിയിച്ചത്. സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായ ജ്ഞാനികൾ, ശാസ്ത്രിമാർ, പണ്ഡിതന്മാർ അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അവർക്ക് ഉപയോഗിക്കപ്പെടാം, അവർക്ക് അനുഗ്രഹമാകും, അവരും ആ എളിമപ്പെട്ടാൽ. പക്ഷെ അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ബൈബിൾ. ഇത് സാധാരണ ജനത്തിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ സാധാരണ ജനങ്ങൾ തുറന്ന ഹൃദയത്തോടും ദൈവഹിതം അറിയണമെന്നുള്ള ആഗ്രഹത്തോടും കൂടി ബൈബിളിനെ സമീപിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം അതാണ്. നാം എപ്രകാരമാണ് രക്ഷിക്കപ്പെടേണ്ടത് എന്നതിനുള്ള എല്ലാ വിവരങ്ങളും ദൈവം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് തൻ്റെ വചനത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത്. ബുദ്ധിമുട്ടുള്ളതല്ല ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുക എന്നുള്ളത്. നാം പക്ഷേ തുറന്ന ഹൃദയത്തോടും ദൈവഹിതം അറിയണമെന്നുള്ള ആഗ്രഹത്തോടും കൂടി സമീപിക്കണം. അല്ല നമ്മുടെ പെരുമാറ്റത്തെ, ഉപദേശത്തെ ന്യായീകരിക്കാൻ, പിന്തുണയ്ക്കാൻ വേണ്ടി ബൈബിൾ ഉപയോഗിക്കരുത്. ഇപ്പോൾ ദൈവം നമുക്ക് നൽകിത്തന്ന, വെളിപ്പെടുത്തിയതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന ദൈവമക്കളായ സഹോദരീ സഹോദരങ്ങളായ ക്രിസ്തുവിലുള്ള എല്ലാവരെയും ഐക്യതയിൽ നിലനിർത്തുവാൻ സഹായകരമായ കാര്യങ്ങളാണ് ദൈവം തൻ്റെ വചനത്തിൽ നൽകിയിട്ടുള്ളത്. കൂട്ടായ്മയുള്ള എല്ലാവരും ഒന്നായിരിക്കാൻ സഹായകരമായ കാര്യങ്ങൾ. അപ്പോൾ ഒരു ദൈവ പൈതൽ അഥവാ ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ദൈവ മനുഷ്യൻ, അവൻ തികഞ്ഞവനാകുവാൻ, സകല സൽപ്രവർത്തികളും അവനെ തികഞ്ഞവനാക്കുവാൻ മതിയായതാണ് തിരുവെഴുത്ത്, ദൈവവചനം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 16-17 വേദഭാഗത്തിൽ അത് വ്യക്തമായി പരാമർശിച്ചു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ, അത് വളരെ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ദൈവത്തെ അറിയാൻ, ദൈവഹിതം അറിയാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന മനുഷ്യൻ, അവരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അവനെ എല്ലാ വിധത്തിലും ഗുണം ചെയ്യും. നീതിയിലെ അഭ്യസനത്തിനും ആശ്വാസത്തിനും എല്ലാ വിധത്തിലും അവനെ ബലപ്പെടുത്തും. ആ കാരണം കൊണ്ട് തന്നെ നാം ബൈബിൾ ശരിയായ തരത്തിൽ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായി തീരുകയുള്ളൂ. നാം ജീവിക്കുന്ന ലോകം ധാർമ്മികമായിട്ടും മതപരമായിട്ടും ഒരു ശക്തമായ നേതൃത്വത്തെ തേടുന്ന ലോകമാണ്. കാരണം നാം എല്ലാവരും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. ഈ ലോകം
ഒരു നിലവാരം, ഉത്തരങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതം ഇത് മതപരമായിട്ടും ധാർമ്മികമായിട്ടും ആശയക്കുഴപ്പം നിറഞ്ഞ, സംഘർഷം നിറഞ്ഞ ലോകത്തിൽ പല വിഷയങ്ങളുടെ ഉത്തരം നമ്മൾ ആഗ്രഹിക്കുന്നു. മതഭക്തി നിറഞ്ഞ മനുഷ്യർ, കാരണം പ്രൊട്ടസ്റ്റൻ്റ് പോലെയുള്ള മതസംവിധാനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ താൽക്കാലികമായിട്ടുള്ള പല ഉത്തരങ്ങൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ടെങ്കിലും അവയെല്ലാം പരസ്പര വിരുദ്ധമാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തെ സഹായിക്കാൻ കഴിയുന്ന ശരിയായ ഉത്തരം മനുഷ്യരുടെ ഉറവിടങ്ങളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇത് അവിശ്വാസികൾ നിറഞ്ഞ ലോകമാണ്. യഥാർത്ഥ വിശ്വാസികൾ വിരലിൽ എണ്ണാവുന്ന ചുരുക്കം പേർ മാത്രമാണ്. മറക്കരുത്, ദുഷ്ടലോകമാണ്, അവിശ്വാസം കൊണ്ട് നിറഞ്ഞ ലോകമാണ്. ഇവിടെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗമെന്ന് പറയപ്പെടുന്ന വിഭാഗം, അല്ലെങ്കിൽ കത്തോലിക്ക ഇതര ദൈവജനം എന്ന് പറയുന്നവർ, കത്തോലിക്കരല്ലാത്ത മറ്റുള്ളവരെയാണ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്. കത്തോലിക്ക സഭ 600 ആരംഭിച്ച കത്തോലിക്ക സഭയോട് എതിർപ്പ് കാണിച്ച മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെ ദുരാചാരങ്ങൾക്കെതിരെ നിലകൊള്ളുകയും തുടർന്ന് ഓരോ സംവിധാനങ്ങളായി മാറി, ഓരോ സഭകളായി, ഓരോ സംഘടനകളായിട്ട് മാറിത്തീർന്നൊരു വലിയ ലോകമാണ് പ്രൊട്ടസ്റ്റൻ്റ് ലോകം. അവരുടെ ശബ്ദം എന്താണ്? വളരെ കപടത നിറഞ്ഞതാണ്. ലോകം തേടുന്ന ഉത്തരങ്ങൾക്ക് പ്രൊട്ടസ്റ്റൻ്റ് സമൂഹം നൽകുന്ന, മുമ്പിൽ വയ്ക്കുന്ന ഉത്തരങ്ങൾ ആശയക്കുഴപ്പം നിറഞ്ഞതാണ്, ഭിന്നസ്വരമാണ്, കപടമാണ്. ഒരു ഉത്തരവും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനികളെന്നവരെ ലോകം കാണുകയാണ്. പക്ഷെ അവർ നൽകുന്ന ഉത്തരങ്ങൾ വ്യക്തമല്ല, പരസ്പര വിരുദ്ധമാണ്, ആശയക്കുഴപ്പത്തിലാണ്. കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. താൻ ഭൂമിയിലായിരുന്നപ്പോൾ മഹാപുരോഹിതനായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം എൻ്റെ 20-21 വാക്യങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, അവിടെ ഇവർക്ക് എന്ന് ഉദ്ദേശിച്ചത് അപ്പോസ്തലന്മാർക്ക്. കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ദൈവപുത്രനായ ലോകരക്ഷകനായ കർത്താവിൻ്റെ പ്രാർത്ഥന ഒരിക്കലും അത് പിതാവ് കേൾക്കാതിരിക്കില്ല, അത് സംഭവിപ്പിക്കാതിരിക്കില്ല. അതിൻ്റെ അനുകൂലമായ കാലാവസ്ഥ വന്നാൽ തീർച്ചയായും അത് സംഭവിക്കും. കർത്താവിൻ്റെ പ്രാർത്ഥന തന്നെ ഈ കാര്യങ്ങൾ നിവൃത്തിയാകാനുള്ള ഊർജ്ജമാണ്. നമുക്ക് ധൈര്യമായി നിലകൊള്ളാം അതിനു വേണ്ടി. കാരണം കർത്താവ് പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി നിൽക്കാൻ കഴിയും. കർത്താവ് പ്രാർത്ഥിച്ചു ഇവർക്ക് അപ്പോസ്തലന്മാർക്ക് വേണ്ടിയല്ല, അവർ കർത്താവിൻ്റെ സുവിശേഷ ലോകമെങ്ങുമായി അറിയിക്കുമ്പോൾ ആ സുവിശേഷം കേട്ട് കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? 21-ാം വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ. അവർ എല്ലാവരും ആരാ? അവർ അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിലൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വന്നിട്ടുള്ള, നമ്മുടെ ഭാഷയിൽ എല്ലാ ദൈവമക്കളും, ക്രിസ്ത്യാനികൾ, അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. എന്നിട്ട് ഐക്യതയുടെ ഒരു മാതൃക തരും. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടത് തന്നെ. ഇതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. ഹൃദയഭേദകമായൊരു പ്രാർത്ഥനയാണ്. പക്ഷേ ഈ കർത്താവ് യേശു പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച പ്രാർത്ഥന ഇന്നൊരിക്കലും ഇപ്പോഴത്തെ ഈ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്തീയ ലോകത്തിന് നൽകാൻ പറ്റില്ല. ഈ പ്രൊട്ടസ്റ്റൻ്റ് നവീകൃത ക്രിസ്തു മതങ്ങളായ ഈ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്തീയ ലോകത്തിന് നൽകാൻ കഴിയില്ല. കാരണം ഈ നാമധേയ വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ നിഗമനങ്ങളെയും തീരുമാനങ്ങളെയൊക്കെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർ, അതേസമയത്ത് അവർ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് പറയുകയും ചെയ്യുന്നു. വല്ലാത്ത വിരോധാഭാസമാണിത്. കാരണം ഈ മാനുഷിക ആചാരങ്ങളുടെ ചങ്ങലകളിൽ കുടുങ്ങിപ്പോയവർ, മനുഷ്യനിർമ്മിതങ്ങളായ ആചാരങ്ങൾ, അതിൻ്റെ ചങ്ങലയിൽ കുടുങ്ങിപ്പോയവർ, ഈ നാമധേയ വിഭാഗങ്ങൾ, അവർ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മതപരമായൊരു കപടതയാണ്. ഈ പുറജാതികൾ അല്ലെങ്കിൽ ലോകത്തിലുള്ള അവിശ്വാസികളുടെ മുമ്പിൽ ഈ ക്രിസ്തീയ ലോകം അവതരിപ്പിക്കുന്നത് വെറും ഒരു കപടമായ ചിത്രമാണ്, ചേർച്ചയില്ലാത്ത ചിത്രമാണ്. അവർ ദൈവവചനത്തിന് വിരോധമായ നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് ഈ അവിശ്വാസികൾ നിന്ന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ചേർച്ചയില്ലാത്തൊരു ചിത്രമാണ്. അവർക്ക് ദൈവവചനം ശരിയായ തരത്തിൽ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടതുകൊണ്ട് ലോകത്തിന് അവർ ഒരു തരത്തിലും സഹായം ചെയ്യുന്നില്ല. ലോകത്തിൽ മനുഷ്യർ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്ക്, ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം മതപരമായ ലോകത്തിൽ, ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന വിഭജനം, അന്തഛിദ്രം, ഐക്യതയില്ലായ്മ, പരസ്പരമുള്ള പോരാട്ടം, ഇത് തന്നെ അവിശ്വാസികൾ നിറഞ്ഞ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ തരം താഴ്ന്ന, ചേർച്ചയില്ലാത്ത,
തിളക്കം കെടുത്തുന്നൊരു ചിത്രമാണ് നൽകുന്നത്. ഈ നാമധേയ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ഇടയിലുള്ള ചിന്താഗതി എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. എന്നിട്ട് അതേ സമയത്ത് അവർ പറയും ബൈബിൾ ദൈവവചനമാണ്, ബൈബിൾ ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിലുള്ള വഴികളെക്കുറിച്ചും വളരെ അല്പം മാത്രമുള്ള അറിവ് മാത്രമേ ഉള്ളൂ. വചനം ദൈവവചനമാണെങ്കിൽ, ബൈബിൾ ദൈവവചനമാണെങ്കിൽ നിത്യതയിലേക്ക് എത്തുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ വഴികാട്ടികളായി നിൽക്കേണ്ടത്. ബൈബിളിനെ സംബന്ധിച്ചുള്ള അറിവിൽ എല്ലാവരും തുല്യരാകണം. കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നും, പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നതാണ്. കർത്താവ് എന്താ പ്രാർത്ഥിച്ചത്? അവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നാകണം. ദൈവവചനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന അടിസ്ഥാന സത്യങ്ങൾ, ബൈബിളിലെ അടിസ്ഥാന സത്യങ്ങൾ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കണം. വചനത്തിൽ അടിസ്ഥാനപ്പെട്ടൊരു ഐക്യതയായിരിക്കണം സംഭവിക്കേണ്ടത്. ഇതാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. പക്ഷേ അതിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളാണ്. നിസ്സാര കാര്യങ്ങളിൽ കുറ്റം കാണും തരത്തിൽ, പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഐക്യത, ദൈവത്തിൻ്റെ ആത്മാവ് നൽകപ്പെട്ട ഒരു ഐക്യതയുണ്ട് ദൈവമക്കൾക്ക്. ആ ഐക്യത സമാധാന ബന്ധത്തിൽ നിലനിർത്തുവാൻ പരാജയപ്പെടുന്നൊരു ലോകമാണ്. പരസ്പരം ക്ഷമിക്കുവാനോ വിട്ടുവീഴ്ച ചെയ്യാനോ കഴിയാത്തൊരവസ്ഥ. ഇപ്പം എല്ലാ തരത്തിലും കർത്താവ് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഘടകവിരുദ്ധമൊരു നിലയാണ് ഇന്നത്തെ ലോകം. ക്രിസ്തീയ കോളത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ക്രിസ്തീയ കോളത്തിൽ കാണുന്ന അവസ്ഥ കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഘടകവിരുദ്ധമാണ്. ഒരേ സമയത്ത് നാം ഐക്യതയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യും, അതേ സമയത്ത് നാം പരസ്പരം ഭിന്നിച്ച് നിലകൊള്ളും. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകം. ഒരേ സമയത്ത് ഐക്യതയോടെ നിലനിൽക്കേണ്ടതിന് വേണ്ടി ആഹ്വാനം ചെയ്യും, പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് ഉറക്കം നിലവിളിക്കും, അതിനുവേണ്ടി അസോസിയേഷൻസ് രൂപീകരിക്കും, അതേസമയത്ത് പരസ്പരം ഭിന്നിച്ച് നിൽക്കുകയും ചെയ്യും. എങ്ങനെ സാധിക്കും? ഇത് പരിഹാസമാണ്, കപടമാണ്, ഇത് ചേർച്ചയില്ലാത്തതാണ്. കാരണം ഇത് മതപരമല്ലാത്ത ലോകത്തിൽ, അവിശ്വാസികളുടെ ലോകത്തിന് അവരുടെ മുമ്പിൽ കൊടുക്കുന്ന ചിത്രം വളരെ തിളക്കം കെട്ട ചിത്രമാണ്, അപമാനകരമായ ചിത്രമാണ്. ദൈവം തൻ്റെ ഹിതം ലോകത്തോട് അറിയിച്ചത് ലോകത്തെ വിഭജിക്കാനല്ല. ദൈവഹിതത്തെ മനസ്സിലാക്കുന്ന ഒരാളും ഭിന്നതയ്ക്ക് കൂട്ടുനിൽക്കില്ല. ഒരു വിഭജനമുണ്ടാകാൻ, വിഭാഗിതയുണ്ടാകാൻ ഇടവരുത്തുന്നതല്ല ദൈവഹിതം. ദൈവഹിതത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ എല്ലാവരും ഒന്നാകും. ഭിന്നത, വിഭജനം സംഭവിക്കുന്നത് ദൈവവചനത്തെ ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ അത് മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ മതപരമായ ലോകത്ത്, ക്രിസ്തീയ ഗോളത്തിൽ ഭിന്നതകൾ നിലനിൽക്കുന്നത്. അടിസ്ഥാന സത്യങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, അതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നാമധേയ വിഭാഗത്തിൽ നിന്ന് ദൈവജനം വേറിട്ട് നിൽക്കണം. ആ അർത്ഥത്തിൽ ഒരു വേർപാട് വേണം, അതിന് സംശയമില്ല. കാരണം നാമധേയ വിഭാഗങ്ങൾ ആചാരങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത്. ദൈവവചനമാകുന്ന സത്യത്തിന് പകരം മാനുഷിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചിന്താഗതികളെയും മറ്റുമാണ് പിൻപറ്റുന്നത്. അതിനെതിരെ ശക്തമായി നിൽക്കുക തന്നെ വേണം. നേരെ മറിച്ച് യഥാർത്ഥ ദൈവമക്കളുടെ ഇടയിലാണ് ഭിന്നതയുണ്ടെങ്കിൽ അത് സ്വാർത്ഥമായ കാര്യങ്ങളാലാണ്. സാഠ്യങ്ങൾ, നിഗളങ്ങൾ, ദുരഭിമാനം എന്നിവയാലാണ്. അത് പാപമാണ്. ദൈവജനത്തിൻ്റെ ഇടയിലുണ്ടാകുന്ന എല്ലാ ഭിന്നതകളും പാപമാണ്. ഇന്ന് ലോകത്തിൽ അനേക സംഘടനകൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വ്യാഖ്യാനങ്ങളെയും വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെതിരെ ദൈവമക്കൾ ഉറച്ചു തന്നെ നിലപാടെടുക്കണം, ശക്തമായി നിൽക്കണം. നേരെ വച്ച് രണ്ട് ദൈവമക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അത് വെറും അഭിപ്രായത്തിൻ്റെ പേരിലാണെങ്കിൽ അത് പരിശോധിക്കണം. ഉപദേശത്തിൻ്റെ പേരിൽ വ്യത്യാസം വരരുത്. ഉപദേശം ഒന്നായിരിക്കണം. അഭിപ്രായത്തിൻ്റെ പേരിൽ വ്യത്യാസങ്ങളുണ്ടാകാം, അത് പരിശോധിക്കണം. അത് ദൈവജനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ആ ഭിന്നത ഉളവാക്കിയ അഭിപ്രായങ്ങളെ വിട്ടുകളയണം. ഇപ്പോൾ ദൈവവചനത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്, വചനം വ്യക്തമായി നമ്മളെ കാണിച്ചു തരുന്നത്, ഇങ്ങനെയുള്ള ഭിന്നതകളുടെ കാരണം മനോഭാവങ്ങളാണ്, വചനത്തെ സമീപിച്ച രീതിയാണ്. അതുകൊണ്ട് എപ്പോഴും ദൈവമക്കളായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ദൈവഹിതം നമുക്ക് അറിയിച്ചു തന്നത് ദൈവമക്കൾ ഭിന്നിക്കാനല്ല, ദൈവമക്കളെ ഒരുമിച്ച് നിർത്താനാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ദൈവമക്കളിടയിൽ ഭിന്നത ഉളവാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അത് വ്യക്തിയുടെ മനോഭാവത്തിൻ്റെയും വചനപരിജ്ഞാനമില്ലാത്തതിൻ്റെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ ദൈവം നമുക്ക് ആശയവിനിമയം ചെയ്തു, തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ അതിനെ നമ്മൾ സമീപിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഇത് ദൈവമക്കളെ ഒരുമിപ്പിച്ച് നിർത്താനാണ്. ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നൊരു ഐക്യതയുണ്ട്. അത് സമാധാന ബന്ധം, വിട്ടുവീഴ്ചകൾ ചെയ്ത് വിട്ടുകൊടുത്ത് താഴേക്കിറങ്ങി എളിമപ്പെട്ട് ദൈവമക്കൾ തമ്മിലുള്ള സമാധാന ബന്ധം നിലനിർത്തുക എന്നുള്ളത് ഇന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. മറക്കരുത്, കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. അത് വിശുദ്ധമായ ശബ്ദമാണ്. താൻ പ്രാർത്ഥിച്ച പിതാവിനോട് തന്നെ ആകുലപ്പെടുത്തിയ വിഷയം ഇതാണ്. താൻ ക്രൂസിൽ അവർക്ക് വേണ്ടി മരിച്ചു, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ തൻ്റെ ജീവിതം പോലും ത്യാഗമായി നൽകി തന്നു. ഒരു ജനതയെ താൻ വേർതിരിച്ചു. തൻ്റെ ജനമായ കർത്താവിൻ്റെ സഭ, ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട സമൂഹം, ആ സമൂഹത്തിൽ കാണാൻ പോകുന്ന, പിന്നീട് സംഭവിക്കാൻ പോകുന്നതെല്ലാം കർത്താവിന് മുൻകൂട്ടി കാണാം. ആരംഭത്തിൽ അവസാനം പറയുന്ന കർത്താവ് തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു വിഭാഗീയമായ ചിന്തകളെ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്, പിതാവേ, നീയും ഞാനും ഒന്നായിരിക്കുന്ന പോലെ, ഞാൻ നിന്നിലും നീ എന്നിലുമായിരിക്കുന്ന പോലെ ഒരു ആത്മീയ ഐക്യത ദൈവമക്കളുടെ നടുവിൽ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ ഒന്നാകണം. ഒരേ യൂണിഫോം ഇട്ടതുകൊണ്ട് കാര്യമാകില്ല, ഒരേ കെട്ടിടത്തിൽ ഇരുന്നത് കൊണ്ട് കാര്യമായില്ല. എല്ലാവരും തറയിലിരുന്നു, എല്ലാവരും കസേരയിലിരുന്നു കൊണ്ട് സാധിക്കില്ല. എല്ലാവരും വചനത്തിലൊന്നാകണം. അതിന് വചനത്തെ ശരിയായി മനസ്സിലാക്കണം, വചനത്തെ ശരിയായി പഠിക്കണം, തിരിച്ചറിയണം. തിരുവെഴുത്തുകൾ അറിയാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. നാം പറഞ്ഞു, ദൈവം തൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പഠനം അതാണ്, ബൈബിൾ വ്യാഖ്യാനം. എങ്ങനെയാണ് ബൈബിൾ മനസ്സിലാക്കേണ്ടത്? ഈ വിഷയം നമ്മൾ പഠിക്കുന്നത്. കാരണം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലാക്കിയാലേ ഒന്നിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ, ഒരേ നിലപാടിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. സ്ത്രീകൾക്ക് പ്രസംഗിക്കാമെന്ന് ഒരു കൂട്ടർ, ഇല്ല സ്ത്രീകൾ പ്രസംഗിക്കാൻ പാടില്ല എന്ന് വേറൊരു കൂട്ടർ, സ്ത്രീകൾ മൗനമായിരിക്കണമെന്ന് പറഞ്ഞാൽ വാ തുറക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ പാടാൻ പാടില്ല എന്ന് മറ്റൊരു കൂട്ടർ. ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. വചനം എന്തു പറയുന്നു? വചനം വ്യക്തമായി പറയുന്നു, എല്ലായിടത്തും പുരുഷന്മാർ വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം, സ്ത്രീകൾ മൗനമായിരുന്നു. പാട്ടുപാടാൻ പാടില്ലെന്നല്ല, പക്ഷേ ആധിപത്യം, അധികാരം നടത്തരുത്. അപ്പം ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും വചനത്തിൽ പറയുന്നത്. സംഘടന പറയുന്നതല്ല, നമ്മളെ നയിക്കുന്നവർ പറയുന്നതല്ല, കമ്മിറ്റിയോ സിനഡോ ഒന്നും പറയുന്നതല്ല, വത്തിക്കാനിൽ നിന്ന് പുറപ്പെടുന്ന ലേഖനങ്ങളല്ല. വചനം എന്ത് പറയുന്നു? വചനം എന്ത് പറയുന്നു? അതാണ് പരിശോധിക്കേണ്ടത്. അത് ഇന്ന് നഷ്ടപ്പെടുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വിശുദ്ധ വചനം, ദൈവത്തിൻ്റെ ഹിതം ദൈവം വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ മനുഷ്യനെ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവരാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ. അത് നമ്മൾ അറിയണം, പഠിക്കണം, നിശ്ചയം പ്രാപിക്കണം. അതിന് ബൈബിൾ ശരിക്കും മനസ്സിലാക്കണം. അതിനാണ് വചനം തന്നത്. കാരണം ഈ വചനമാണ് അവസാനം ഒടുക്കത്തെ നാളെ നമ്മളെ ന്യായവിധിക്കാൻ പോകുന്നത്. അല്ലാതെ അവർ പറഞ്ഞതോ നമ്മളെ പഠിപ്പിച്ചവർ പറഞ്ഞതോ നമ്മുടെ പ്രൊഫസർ പറഞ്ഞതോ ടീച്ചർ പറഞ്ഞതോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ന്യായം വിധിക്കപ്പെടാൻ പോകുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ബൈബിൾ ശരിയായി മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യം. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരിക്കലും വിഘാതമായി നിൽക്കരുത്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെ ആമുഖത്തിലാണ്, അല്പം കാര്യം കൂടി ആമുഖത്തിൽ പറയാനുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കും. ബൈബിൾ വ്യാഖ്യാനം, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം, ഇത് ദൈവിക ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ ശരിക്കും മനസ്സിലാക്കുന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇത് അസാധ്യമാണെങ്കിൽ നമ്മുടെ കയ്യിൽ തരില്ല. നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ദൈവം ഒരിക്കലും അവസാന നാളിൽ വചനം വെച്ച് നമ്മൾ ന്യായം വിധിക്കില്ല. യോഹന്നാൻ 12:48, എന്നെ കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. പൗലോസ് റോമലേഖനത്തിൽ പറഞ്ഞു, സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളും. വചനം നമ്മെ ന്യായം വിധിക്കും. അതിന് വചനം നാം അറിയണം. ദൈവനം എന്തോ പറയുന്നു എന്നറിയണം. നമ്മുടെ കൂടെയുള്ളവരുടെ അഭിപ്രായങ്ങളല്ല, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളല്ല. പലപ്പോഴും ദൈവഹിതം അന്വേഷിക്കുന്നത് ചെറിയൊരു നിസ്സാരമൊരു സമൂഹമാകും. 12 പേരെ ചാരന്മാരെ അയച്ചാൽ 2 പേർക്ക് മാത്രമാണ് ദൈവഹിതം ബോധ്യപ്പെട്ടത്. ഭൂരിപക്ഷം ബോധ്യപ്പെട്ടില്ല. അവരെ മല്ലന്മാരെ കണ്ട് പേടിച്ചുപോയി. പക്ഷേ യോശുവയും കാലേബിനും ദൈവം കൂടെയുണ്ടെന്നുള്ള സത്യം അറിയാം. ഇപ്പോൾ ദൈവനെ മാനിച്ചാൽ ദൈവം കൂടെയുണ്ടാകും. ആ ജീവിതത്തിന് ഫലമുണ്ടാകും. നമുക്ക് ദൈവസ്ഥിതി ധൈര്യമുണ്ടാകും. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് സന്തോഷമാകും. നമുക്ക് ഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് വചനം ശരിയായി മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എങ്ങനെ ബൈബിൾ വ്യാഖ്യാനിക്കാം? ഇന്ന് ഓരോരുത്തരുടെ സൗകര്യമനുസരിച്ച് അവർ ചിന്തിക്കുന്നതും അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതിനും
പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത്. അവരുടെ നിഗമനങ്ങൾക്കും ആലോചനകൾക്കും അഭിപ്രായങ്ങൾക്കും സപ്പോർട്ട് കിട്ടണം, പിന്തുണ കിട്ടണം. അതിനുവേണ്ടി ബൈബിളിലേക്ക് പോകും, അതിനെ ന്യായീകരിക്കാൻ. ബൈബിൾ എന്ത് പറയുന്നു, വചനം എന്ത് പറയുന്നു എന്ന് ആണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവം ഈ വിഷയത്തിൽ എന്ത് പറയുന്നു അതെപ്പോഴും ശ്രദ്ധിക്കണം. വചനം പറയട്ടെ, ദൈവം അരുളി ചെയ്തിരിക്കുന്നു, അത് നമുക്ക് കേൾക്കാം. അതെങ്ങനെ കേൾക്കണമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ വിഷയ പഠനം കൂടുതൽ വിശദമായിട്ട് ആഴമായി നമ്മൾ പരിശോധിക്കുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.